ഓൾ റോഡ്സ് ലീഡ് ടു റോം. ഇത് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. റോമൻ സാമ്രാജ്യം ലോകത്തിന് നൽകിയ ഒരു സംഭാവനയാണ് നല്ല റോഡുകൾ പണിത്. അവരുടെ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗത്തും നല്ല റോഡുകൾ അവർ പണിതു. അതിലൊരു റോഡാണ് ഈ കാണുന്നത്. ഇന്നും നല്ല ഭംഗിയായിട്ട് നിലനിൽക്കുന്ന റോഡ്. ഈ റോഡ് ഇപ്പം പകൽ വെളിച്ചത്തിലെടുത്തൊരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ സാധാരണ നമുക്ക് സമയം മുമ്പോട്ടേ പോവുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോടൊരു യാത്ര പോകാൻ പറയുകയാണ്. കുറച്ച് വർഷങ്ങൾ നമുക്കൊന്ന് പുറകോട്ട് പോകാം. അത് കുറച്ചല്ല, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 1900 വർഷം ഒന്ന് പുറകോട്ട് പോകാനായിട്ട് ഞാൻ പറയാം. അതായത് ഇപ്പം ഈ പകൽ വെളിച്ചമാണ് കാണുന്നെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുക, ഈ റോഡിൽ നല്ല ഇരുട്ടായിരുന്നു. പാതിരാത്രി ആകാറായിട്ടുണ്ട്, നല്ല ഇരുട്ടൊക്കെയാണ്. ആ സമയത്ത് ഒരു പിതാവ് കയ്യിലൊരു വിളക്കുമായിട്ട് മുമ്പിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ പിതാവിൻ്റെ കണ്ണിലൊരു ഭയമുണ്ട്, ഒപ്പം തന്നെ ഒരു വിശ്വാസവും നിഴലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാമിലി അദ്ദേഹത്തിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവർ ശബ്ദമുണ്ടാക്കാതെ ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞതൊരു സങ്കല്പ കഥയാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇതുപോലെ 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും സഞ്ചരിച്ച ഒത്തിരി പേരുടെ കഥയാണ് ഞാനീ പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഇതുപോലെ യാത്ര ചെയ്ത് ആ ഇരുട്ടിൽ വിളക്കും പിടിച്ച് അവർ ഈ റോഡിൽ കൂടെ നടന്നു പോകും. റോമിൻ്റെ ആ പട്ടണത്തിൻ്റെ കോട്ടയുണ്ട്. ആ ഗേറ്റൊക്കെ കടന്ന് വെളിയിൽ വന്ന് ആ റോമൻ പട്ടണത്തിൻ്റെ ഔട്ട്സ്കേർട്സിലോട്ട് ഇവർ പോവുകയാണ്. കുറച്ചങ്ങോട്ട് യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ രാത്രിയിൽ അവരൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങും. അത് ഭൂമിക്കടിയിലേക്കാണ് ഇവർ ഇറങ്ങുന്നത്. അടുത്ത പിക്ചർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവരെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ക്രിസ്ത്യൻസിനെ കുറിച്ചാണ്. നിങ്ങൾ ചിലർക്ക് ഇവരെ പരിചയം ഉണ്ടാകും, ചിലർക്ക് പരിചയം ഉണ്ടാവില്ല. ഫെയ്ത്ത് ഇൻ ദ ഷാഡോസ്, ലെസൺസ് ഫ്രം ദ കാറ്റക്കോം ക്രിസ്ത്യൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കുടുംബം വിളക്കൊക്കെ പിടിച്ച് അവർ ഈ ഭൂമിക്കടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് ഭൂമിക്കടിയിലുള്ള ടണൽസ് പോലെയുള്ള സ്ഥലങ്ങളാണ്, ഇവരുണ്ടാക്കിയതാണ്. ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവരുടെ കൂടെ അവരെന്തിനാണ് ഇവിടെ വന്നേക്കുന്നതെന്നറിയാമോ? അവർ വെയിറ്റ് ചെയ്യുകയാണ്, ഇതുപോലെ ഇനിയും ആൾക്കാർ ഇവിടെ വരും. എന്നിട്ട് ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് കണ്ടോ, കല്ലറകളാണത്. ഓക്കെ, ആ കല്ലറകളുടെ ഭൂമിയുടെ അടിയിലുള്ള ഈ കല്ലറകളുടെ അടുത്തിരുന്ന് ഇവരെന്തിനാ വന്നതെന്നറിയാമോ? ഇവരെ പോലെ തന്നെ കുറച്ച് പേരും കൂടെ വരും. എന്നിട്ട് ഒരുമിച്ച് അവർക്ക് സങ്കീർത്തനങ്ങൾ പാടണം. എന്നിട്ടവർക്ക് കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സംസാരം കേൾക്കണം. സ്ക്രിപ്ചർ, തിരുവെഴുത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ, ചുരുളുകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് വായിച്ച് കേൾക്കണം. പിന്നീട് കർത്താവിൻ്റെ മേശ ഇവർക്ക് ആചരിക്കണം. എന്നിട്ട് വെളുപ്പാവുന്നതിന് മുമ്പ് തിരിച്ചവരുടെ ഭവനങ്ങളിലെത്തണം. എന്തിനായിരുന്നെന്നറിയാമോ? ഇല്ലെങ്കിൽ അവരുടെ ജീവൻ പോകുമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭൂമിയുടെ അടിയിലേക്ക് ഇവരിറങ്ങിയത്. ഈ കല്ലറകളുടെ പേര് കാറ്റക്കൂംസ് എന്നാണ്. പറഞ്ഞേ, കാറ്റക്കൂംസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെസൺസ് ഫ്രം ദ ലൈഫ് ഓഫ് കാറ്റക്കൂം ക്രിസ്ത്യൻസ്. കാറ്റക്കൂം ക്രിസ്ത്യൻസ് എന്നാണ് ഇവരെ അറിയപ്പെട്ടത്. 2-ാം നൂറ്റാണ്ടിൽ 3-ാം നൂറ്റാണ്ടിലും റോമെന്ന് പറയുന്ന ആ മഹാപട്ടണത്തിൻ്റെ ജീവിച്ചിരുന്ന ക്രിസ്തു വിശ്വാസികൾ, അവർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ ഭൂമിയുടെ അടിയിലേക്ക് ടണലുകൾ പോലെ അവർക്ക് ശവക്കല്ലറകളുണ്ടായിരുന്നു. അവിടെ ആരാധിക്കാൻ തിരഞ്ഞെടുത്തത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. മറ്റു പല കാരണങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ഇവരെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഇത് ചരിത്രത്തിലെ ക്രിസ്ത്യാനിറ്റിയിലെ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇവരുടെ ഈ സംഭവം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ചിന്തിക്കാം. ഈ കാറ്റക്കൂംസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശവക്കല്ലറകളാണ്, അല്ലേ? കല്ലറകളാണ്. ഇത് റോമിൻ്റെ ആ പട്ടണമില്ലേ, അത് വലിയൊരു മഹാപട്ടണമാണ്. അവരുടെ ഹൈജീൻ റീസൺസും കൊണ്ടും അവരന്ന് ചിന്തിച്ചു അങ്ങനെയാണ്. അതുമാത്രമല്ല അവരുടെ ചില റിലീജിയസ് റീസൺസും കാരണം പട്ടണത്തിൻ്റെ അകത്ത് കല്ലറകൾ പണിയാൻ ഇവർ സമ്മതിച്ചിരുന്നില്ല. റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പബ്ലിക്കായിട്ടുള്ള ശവക്കല്ലറകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് ആൾക്കാർക്കുള്ള, അത് പക്ഷെ ഭയങ്കര പണക്കാർക്ക് ആയിട്ടുള്ളവർക്ക് കല്ലറകളുണ്ടായിരുന്നു.
പക്ഷേ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് അന്നൊരു മൈനോറിറ്റി ഗ്രൂപ്പാണ്, പാവപ്പെട്ടവരാണ് അധികം. അപ്പം അതിൽ തന്നെ കുറച്ച് പൈസ അധികമുള്ളവർ അവർ നിർമ്മിച്ച് നൽകിയതാണ് ഈ കാറ്റക്കോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ആ പിക്ചറിൽ കണ്ടതുപോലെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് കല്ലറ, ഒരു നെറ്റ്വർക്ക് പോലെയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് കല്ലറകൾ വരും, അത് കഴിഞ്ഞ് അവരത് അടയ്ക്കും. നെറ്റ്വർക്ക് ഓഫ് അണ്ടർഗ്രൗണ്ട് ടണൽസ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള വോൾക്കാനിക് റോക്സ് ഉണ്ട്, അതിൻ്റെ ടൂഫ എന്നാണ് പറയുന്നത്. ആ ഭാഗത്തെ ആ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തരം നല്ല കട്ടിയുള്ള കല്ല്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിൻ്റെ അകത്താണ് ഇത് കാർവ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ബറിയൽ സൈറ്റ്സ് തന്നെയായിരുന്നു, ശവം അടക്കാനുള്ള സ്ഥലമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൊണ്ട് ഇവരുടെ ആരാധനാ സ്ഥലമായി മാറിയതാണ് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പം കല്ലറകൾ നമ്മൾ യൂഷ്വലി കാണുന്ന എങ്ങനെ വലിയ സ്ഥലത്ത് പരന്ന് കിടക്കുന്നത് പോലെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ക്രിസ്ത്യൻസിൽ ഭൂരിഭാഗം പേരും അധികം പൈസയൊന്നും ഇല്ലാത്തവരായതുകൊണ്ട് അവർ റോമിൻ്റെ പട്ടണത്തിൻ്റെ വെളിയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ മേടിച്ചിട്ട് പണക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികൾ അത് മേടിച്ചു കൊടുക്കും. അപ്പം പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട്, ഭൂമിക്ക് പുറത്ത് പണിയണമെങ്കിൽ ഒത്തിരി പൈസ ആവത്തില്ലേ, അപ്പം അടിയിലോട്ടായിട്ടിങ്ങനെ തട്ടുകളായിട്ടിങ്ങനെ ഭൂമിക്ക് അടിയിലോട്ട് ടണൽ പോലെ ഇവർ ഈ കല്ലറകൾ പണിതെടുത്തു. ഇന്നും ഈ കല്ലറകൾ റോമിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. റോമിൻ്റെ പട്ടണത്തിൻ്റെ ചുറ്റുപരിസരത്ത് തന്നെ ഏകദേശം 60 എണ്ണം ഇതുപോലത്തെ ഉണ്ട്. അത് നിങ്ങൾ ചിന്തിക്കരുത് ഇച്ചിരി സ്ഥലമാണെന്നല്ല, ആ ടണലിൻ്റെ അകം മുഴുവൻ നടന്നെത്തണമെങ്കിൽ ഈ 60 കാറ്റക്കോംസിലായിട്ട് ഏകദേശം 500 കിലോമീറ്റർ യാത്രയുണ്ട്. അത്രയും വലിയൊരു ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയും കാറ്റക്കോംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഇവർ കാറ്റക്കോംസിലോട്ട് വന്നതെന്ന് നമുക്ക് ചില കാര്യങ്ങളൊന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ, ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, റോമൻ സാമ്രാജ്യത്തിൽ പീഡനം തുടങ്ങിയപ്പോഴത്തേക്ക് പീഡനത്തെ ഭയന്നിട്ട് അവർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. പുറത്തിരുന്ന് ആരാധിച്ചാൽ ഇവരെ പിടിക്കും. ഒരു ഘട്ടത്തിൽ കുറേ അധികം സമയം ക്രിസ്തീയ മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു ഇല്ലീഗൽ റീജിയനാണ്, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് സീക്രട്ടായിട്ട് ഇത് ഏറ്റവും സേഫായിട്ട് അവർ കണ്ടുപിടിച്ച സ്ഥലമാണ് ഈ കല്ലറകളുടെ അകത്തോട്ട്, അല്ലെങ്കിൽ രാത്രി സമയത്ത് പ്രത്യേകിച്ച് ആരും വരത്തില്ല. സോ അവർ ഏറ്റവും സേഫായിട്ട് കണ്ടുപിടിച്ചൊരു സ്ഥലമായിരുന്നു ഇത്. രണ്ടാമത്തെ ഒരു കാരണം ഇവരുടെ എന്താണെന്നറിയാമോ, ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗവും കൂടിയായിരുന്നു ഇത്. കാരണം ഈ കല്ലറകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്രിസ്തു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനം കൂടി. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്രിസ്തു വിശ്വാസി അവർ മനസ്സിലാക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം വീണ്ടും പുനരുത്ഥാനം ചെയ്യുന്നതാണെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനവും കൂടിയായിരുന്നു ഈ ഓരോ കല്ലറകളും. കാരണം റോമൻ ലോകത്ത് ശവം ദഹിപ്പിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു, പക്ഷേ ക്രിസ്തു വിശ്വാസികൾക്ക് അത് ഉയർത്തെഴുന്നേൽക്കാനുള്ള ബോഡി ആയതുകൊണ്ട് ആ ഒരു ബഹുമാനം നൽകിക്കൊണ്ട് ഇവർ അടക്കം ചെയ്യുമായിരുന്നു അല്ലേ, അങ്ങനെ ചെയ്യുള്ളായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു പീഡനങ്ങളുടെ കാലമാണ്. അപ്പം എന്തുകൊണ്ട് ഇവർ ഈ കാറ്റക്കോംസിനെ ആരാധനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമുക്കത് എന്തോരം മനസ്സിലാവുമെന്ന് അറിയത്തില്ല, നമ്മളുടെ കൂടെ ഇരിക്കുന്ന സഹവിശ്വാസികൾ കൊല്ലപ്പെടുകയാണെന്ന് വിചാരിക്കുക. വാളുകൊണ്ട് അവരെ വെട്ടിക്കൊന്നു, തീ കൊണ്ട് കത്തിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊന്നു, ഇങ്ങനെയൊക്കെ അവരെ കൊല്ലുന്നത് അന്നത്തെ കാലത്ത്. ആ പീഡനം വർദ്ധിച്ചപ്പം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാലമായപ്പം, അപ്പോൾ ഇവർക്ക് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. അവരുടെ കൂടെ ആരാധിച്ചവരൊക്കെ കൊല്ലപ്പെട്ടവർ, അവർ ബഹുമാനത്തോടെ, നമുക്കറിയാം സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പം ഭക്തിയുള്ള പുരുഷന്മാരടക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു ഇങ്ങനെ പറയുന്ന രക്തസാക്ഷികളായവർ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കടിച്ചു കീറാൻ ഇട്ടുകൊടുത്ത ആ ക്രിസ്തീയ വിശ്വാസികളുണ്ടല്ലോ, റോമൻ വേൾഡിൽ അങ്ങനെയാണ് സംഭവിച്ചത്. പീഡനം തുടങ്ങിക്കഴിഞ്ഞപ്പം അവരെറിഞ്ഞു കൊടുക്കും. അപ്പം സിംഹവും കരടിയൊക്കെ കടിച്ചു കീറി ഇട്ടേക്കുന്നവരുടെ
സീസറുടെ ഒരു അംശം കിട്ടിയാൽ പോലും അവർ ബഹുമാനത്തോടെ കൊണ്ട് അടക്കം ചെയ്യുമായിരുന്നു. ഈ പേഴ്സിക്യൂഷൻ ഇൻ റോം അതിൻ്റെ ഒരു നല്ല സിമ്പിളാണ് ഈ കാണുന്നത് അല്ലെ, കൊളോസിയത്തിൻ്റെ ഇതാ കാണുന്നത്. ഇത് റോമൻ ചക്രവർത്തിമാരുടെ വിനോദ കേന്ദ്രങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പല രീതിയിൽ ക്രിസ്തുവിശ്വാസികളെ കൊന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പരിചയമുള്ളൊരു വ്യക്തിയെ തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 2 തിമോത്തിയോസ് 4:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 തിമോത്തിയോസ് എന്ന് പറയുന്ന ലേഖനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം തൻ്റെ വധശിക്ഷയ്ക്കായിട്ട് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം മമാട്ടി എന്ന് പറഞ്ഞ കുണ്ടറയിൽ ആ ജയിലിൽ റോമിലായിരിക്കുകയാണ്. അപ്പം അവിടെ വെച്ച് അവസാനമായിട്ട് അപ്പോസ്തലൻ എഴുതുന്ന എഴുത്താണ് 2 തിമോത്തിയോസ് എന്ന് പറഞ്ഞ ലേഖനം. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഓക്കെ, നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഒരു ഘട്ടത്തിൽ ക്രിസ്തീയ സഭയുടെ ഇൻഫൻസി സ്റ്റേജിൽ തുടക്ക സമയത്ത് ഏറ്റവും കൂടുതൽ പീഡനം നേരിട്ടത് യഹൂദന്മാരുടെ കയ്യിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ യഹൂദ മതനേതാക്കന്മാരുടെ കയ്യിൽ നിന്നായിരുന്നു. അതിൽ പീഡകൻ്റെ റോളിൽ വന്ന ഒരു വ്യക്തിയാണ് ഈ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിസ്തീയ സഭയ്ക്ക് വലിയ പെർസിക്യൂഷൻ നേരിടേണ്ടി വന്നത്, ഏറ്റവും അധികം നേരിടേണ്ടി വന്നത് റോമൻ ചക്രവർത്തിമാരുടെ കയ്യിൽ നിന്നായിരുന്നു. അതിനൊരു തുടക്കം കുറിച്ച വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ് നീറോ ചക്രവർത്തി എന്ന് പറയുന്നത്. AD 54 മുതൽ 68 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള ആ സാമ്രാജ്യത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പെർസിക്യൂഷൻ ആരംഭിക്കുന്നത്. ആ ഒരു പെർസിക്യൂഷൻ്റെ സമയത്താണ് നമ്മളിപ്പോൾ വായിച്ച പൗലോസ് അപ്പോസ്തലൻ വാളിനാൽ കൊല്ലപ്പെടുന്നത്, പത്രോസ് അപ്പോസ്തലൻ തലകീഴായി ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായിരുന്നവർ നീറോ ചക്രവർത്തിയുടെ കാലം, അതായത് AD 54 മുതൽ 68 വരെയുള്ള ആ കാലഘട്ടത്തിൽ റോമിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളൊരു ശാന്തത വന്ന പോലെ തോന്നും. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തന്നെ 95 ആയപ്പോൾ ഡൊമീഷ്യൻ ചക്രവർത്തി വന്നു. ഡൊമീഷ്യൻ ചക്രവർത്തി വന്ന സമയത്താണ് നമ്മൾക്കറിയാവുന്നതുപോലെ യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിലോട്ട് നാട് കടത്തുന്ന ആ ഒരു പീഡനം. സോ അപ്പോസ്തലന്മാരെല്ലാം പീഡനങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സമയം. പിന്നെ ഇത് ഒരു കുറച്ച് നാളത്തേക്കല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് 1-ാം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിഞ്ഞപ്പോൾ ഇത് തുടങ്ങിയെങ്കിൽ 2-ാം നൂറ്റാണ്ട് മുഴുവൻ, 3-ാം നൂറ്റാണ്ട് മുഴുവൻ പെർസിക്യൂഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇൻറ്റൻസിറ്റി ചിലപ്പോൾ ഒന്ന് കുറയും, പക്ഷെ പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അങ്ങനെ ഒരു ഇതില്ല. പിന്നെ ഒരു ചക്രവർത്തി വന്നത് ട്രാജൻ ചക്രവർത്തി. ട്രാജൻ ചക്രവർത്തിയുടെ കീഴിലാണ് ഇഗ്നേഷ്യസ് ഓഫ് ആന്ത്യോക്കയിലെ ബിഷപ്പായിരുന്ന ബിഷപ്പിനെ അന്ത്യോക്കയിൽ നിന്ന് കൊണ്ടുവന്ന് റോമിൽ വന്ന് കൊല്ലുന്നത്. അപ്പോൾ അങ്ങനെ റോം എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ രക്തം ഒഴുകിയ ഒരു സ്ഥലമാണ്. അവസാനം ടെർത്തുല്യൻ എന്ന് പറഞ്ഞൊരു സഭാപിതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ ഒഴുകുന്ന രക്തം ക്രിസ്തീയ സഭയ്ക്ക് വളമായി തീരുമെന്ന് പീഡനങ്ങളുടെ നടുവിലിരുന്ന് അദ്ദേഹം എഴുതിയ ഒരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം വന്നൊരു ചക്രവർത്തി മാർക്കസ് ഒറേലിയസ്. ഇദ്ദേഹം എന്ന് പറയുന്നുണ്ടെങ്കിൽ റോമിലെ ദേവന്മാർ ഓക്കെ, അത് പറയുമ്പോൾ ഞാൻ പറയണമല്ലോ, എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഇങ്ങനെ പീഡിപ്പിക്കാനായിട്ട് റോം കൈ ഉയർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീറോ ചക്രവർത്തി ആക്ച്വലി ക്രിസ്ത്യാനികളെ സ്കേപ്പ് ഗോഡ്സ് ആക്കുകയായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ റോമിൻ്റെ ഒരു ഭാഗം കത്തിയപ്പോൾ അതിൽ നീറോ ചക്രവർത്തിക്ക് ആക്ച്വലി കൈ ഉണ്ടായിരുന്നു. ആ റോമിൻ്റെ ഒരു മോശം ഭാഗം കത്തിച്ചു കളയുക ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെതിരായി ജനവികാരം തിരിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തലയിലിടാനായിട്ട് ഒരു സ്കേപ്പ് ഗോഡ്സ് വേണമായിരുന്നു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പം അത്ര പവർ ഇല്ലാത്ത ക്രിസ്ത്യാനികളുടെ തലയിലോട്ട് അതിട്ട് അങ്ങനെയാണ് ആ പെർസിക്യൂഷൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവരെ റോമൻ ആൾക്കാരെ പ്രകോപിപ്പിച്ച കാര്യം, ഈ ക്രിസ്തു വിശ്വാസികൾ യേശു ക്രിസ്തു
ക്രിസ്തു കർത്താവ് എന്ന് പറയും. ഓക്കെ, റോമൻ ലോകം എന്ന് പറയുന്നത് ധാരാളം റോമൻ ദേവന്മാർ അവർക്ക് ആരാധിക്കാനുള്ളവരാ, ഒത്തിരി ദേവന്മാരുണ്ട്. അപ്പം അവർക്കെല്ലാം അവിടെ ആരാധനയും അതിൻ്റെ ഇൻസെൻസ് കത്തിക്കലും എല്ലാം ഉണ്ട്. പക്ഷെ ക്രിസ്തു വിശ്വാസികൾ യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞതിന് ശേഷം ആ ആരാധനയിൽ പങ്കെടുക്കാൻ അവർ തയ്യാറായില്ല. മറ്റൊരു കാര്യം, സീസറിനെ ദൈവമായി അല്ലെങ്കിൽ റോമൻ ചക്രവർത്തി, എല്ലാ കാലഘട്ടത്തിലുമുള്ള ചക്രവർത്തിമാരെയും ദൈവമായിട്ട് ആരാധിക്കുന്ന രീതി റോമിലുണ്ടായിരുന്നു. അപ്പം അവരുടെ ഒരു പ്രൊക്ലമേഷനായിട്ട് പറയേണ്ട കാര്യമാണ് സീസർ അഥവാ റോമൻ ചക്രവർത്തി ഈസ് ലോർഡ്, സീസർ ഈസ് ലോർഡ്. പക്ഷെ ഒരു ക്രിസ്തുവിശ്വാസി ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് എന്ന് പറയുന്ന ക്രിസ്തുവിശ്വാസി അത് പറയാൻ തയ്യാറായില്ല. സോ ഇത് ഇവർക്ക് ഭയങ്കര, അതായത് ഇവർ രാജ്യദ്രോഹികളാണ്, രാജ്യസ്നേഹമില്ലാത്തവരാണ്, അങ്ങനത്തെയൊക്കെ ചിന്തകളൊന്നും, മറ്റ് ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്തുവിശ്വാസികൾ പറയുന്ന കാര്യം, ഞങ്ങൾ യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നതൊക്കെ അത് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റഡ് ആയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തോ നരഭോജികൾ പോലത്തെ ഒരു ഗ്രൂപ്പാണ്, എന്തോ സീക്രട്ടായിട്ട് മീറ്റിംഗ് കൂടുന്ന, ഇൻസെസ്റ്റ് ഒക്കെ നിലനിൽക്കുന്ന ഇമ്മോറലായിട്ടുള്ള എന്തോ ഒരു സീക്രട്ട് സൊസൈറ്റി പോലെയൊക്കെ ഇവർക്ക് മനസ്സിലായത്. ഈ ക്രിസ്തുവിശ്വാസം തുടങ്ങി വരുന്നതല്ലേ ഉള്ളൂ. ഫസ്റ്റ് ഇത് ജുഡായിസത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് പത്ര പ്രശ്നം വന്നില്ല, പക്ഷേ ഇത് വേറൊരു ഗ്രൂപ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇതിനെ ഇല്ലീഗലാക്കി. അപ്പം ഈ ക്രിസ്തുവിശ്വാസികളെ വേട്ടയാടുന്നത്, അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് പെർസിക്യൂഷൻ റോമിൽ ഈ 2-3 നൂറ്റാണ്ടിൽ നടന്നിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ മാർക്കസ് സെറേലിയസ് എന്ന് പറഞ്ഞ ചക്രവർത്തിയുടെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ദേവന്മാർ കോപിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് എന്തെങ്കിലും അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന. അപ്പോൾ ഈ നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കും, ഈ ക്രിസ്ത്യാനികൾ ദേവന് ഇൻസെൻസ് ഓഫർ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ആരാധിക്കാൻ കഴിയില്ല, സോ ഇവർ ഈ സമൂഹത്തിൽ നിൽക്കുന്ന കാരണമാണ് ഇവിടെ എന്തെങ്കിലും അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നുള്ള ആ ചിന്ത അദ്ദേഹത്തിന് ശക്തമായിട്ടുണ്ടായിരുന്നു. സോ ക്രിസ്ത്യാനികളെ വേട്ടയാടാൻ അദ്ദേഹം ഓർഡർ ചെയ്തിട്ടായിരുന്നു. അതുപോലെ ഭയങ്കരമായിട്ട് ചെയ്ത മറ്റൊരു വ്യക്തിയാണ് 245 AD മുതൽ ഭരിച്ച ഡയക്ലീഷ്യൻ ചക്രവർത്തി. ഓക്കെ, ഭയങ്കര ഭീകരമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പെർസിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് അവസാനം ഒരു അതായത് ക്രിസ്ത്യാനിയാണെങ്കിൽ ആ സ്ഥലത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരാം. ഞാൻ പറയുന്നത് 2-3 നൂറ്റാണ്ടിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പീഡനത്തെക്കുറിച്ചാണ്. സോ ഇതിങ്ങനെ ഭയങ്കര ഓരോ ചക്രവർത്തിയുടെയും തീരുമാനങ്ങൾ അനുസരിച്ച് ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. ഈ ഡയക്ലീഷ്യൻ ചെയ്തതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ആരാധനകൾ വീടുകളിലാണെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയുക, ക്രിസ്ത്യാനികളെ അപ്പം തന്നെ പിടിക്കുക. ഈ ചക്രവർത്തിമാർ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. കൊളോസിയത്തിൻ്റെ പിക്ചർ നിങ്ങൾ നേരത്തെ കണ്ടു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രാത്രിയിൽ ഈ കൊളോസിയത്തിൽ ഇവർക്ക് ഈ റോമാക്കാർ എൻജോയ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഗ്ലാഡിയേറ്റേഴ്സിനെ ഉപയോഗിച്ചാണ് ഇവർ ആഘോഷിക്കുന്നത്. ഗ്ലാഡിയേറ്റർ ഫൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്യമൃഗങ്ങളും മനുഷ്യരും ഒക്കെ ആയിട്ട് അവർ ഒരു വന്യമൃഗത്തെയും ഒരു മനുഷ്യനെയും ഒരു സിംഹത്തെയും കൂടെ വിടുക എന്ന് വിചാരിച്ചു. അത് രണ്ടും കൂടെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിൽ ഒന്നുകിൽ സിംഹം മരിക്കും ഇല്ലെങ്കിൽ മനുഷ്യൻ മരിക്കും. അപ്പോൾ അങ്ങനത്തെ ഫൈറ്റ്സ് കണ്ട് രക്തം ഒഴുകുന്നത് കണ്ട് കൈയടിച്ച് ആസ്വദിക്കുന്ന ഇത് ഇവരുടെ വിനോദമായിരുന്നു. അപ്പോൾ ഇവർക്ക് ആവശ്യത്തിന് ആൾക്കാരെ കിട്ടണമല്ലോ ഇങ്ങനെ വന്യമൃഗങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്ത്. ഇവരുടെ ഈ ഞാൻ പറയുന്നത് ഇത് 1900 വർഷങ്ങൾക്ക് മുമ്പിലത്തെ കഥ. അവരുടെ എൻ്റർടൈൻമെൻറ്റ് രീതിയായിരുന്നു ഈ കൊളോസിയത്തിൻ്റെ അകത്തെ. സോ അവർ നോക്കിയപ്പോൾ ക്രിസ്ത്യാനികളെ പിടിക്കുന്നവരെ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ വൈകുന്നേരം അവർക്ക് സമയം പോകാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗമായി ക്രിസ്ത്യാനികളും വന്യമൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇരുട്ടത്തല്ലേ, അപ്പം ലൈറ്റ് വേണമല്ലോ, ടാറിൽ മുക്കുക, നിർത്തി കത്തിക്കുക, പന്തമായി. ഓക്കെ, അങ്ങനെ കത്തിക്കുക. അതുപോലെ സ്ത്രീയെന്നില്ല, കുഞ്ഞെന്നില്ല, പുരുഷനെന്നില്ല, വലിച്ചു കീറാൻ കൊടുക്കും. അപ്പോൾ ആ രീതിയിലുള്ള പെർസിക്യൂഷൻ നടക്കുമ്പോഴത്തേക്ക് ആ കാലത്ത് ജീവിച്ച ക്രിസ്ത്യൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റക്കോം ക്രിസ്ത്യൻസ്. അവർക്ക് പല സമയത്ത് എല്ലാ സമയത്തും അവർ ഒരുമിച്ച് കാറ്റക്കോംസിൽ കൂടിയെന്നല്ല, പക്ഷെ പല സമയങ്ങളിലും ഇവരുടെ ഈ സ്ഥലം തിരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാമോ? പുറത്തിറങ്ങിയാൽ ക്രിസ്തുവിശ്വാസിയായിട്ട് അവർക്ക് നിൽക്കാൻ പറ്റില്ല, ഇവരുടെ തല പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ കൊല്ലപ്പെടുമ്പം
ഇവര് ഒരു എല്ലും കഷ്ണം കിട്ടിയാൽ കൊണ്ട് അടക്കും ആ സ്ഥലത്ത് ബഹുമാനത്തോടെ. അപ്പം അവരവിടെ കണ്ടത് എന്താണെന്നറിയാമോ? അത് ഹോപ്പ് പോകുന്ന ഒരു സ്ഥലമായിട്ടല്ല, അവരതിനെ നേരിടുന്നത് ഇങ്ങനെയായിരുന്നു. അവരിങ്ങനെയാ ചിന്തിച്ചത്, ഇവിടെ മരിച്ചാലും എൻ്റെ കർത്താവിൻ്റെ വരവിങ്കൽ ഈ ശരീരം പുനരുത്ഥാനം ചെയ്യും ഒരു ദിവസം എന്നുള്ള അവരുടെ ആ വിശ്വാസമായിരുന്നു ആ കാറ്റക്കോംസിൽ സീക്രട്ട് മീറ്റിങ്സ് കൂടാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം. നമ്മൾ ചില കാര്യങ്ങൾ ഇവരെക്കുറിച്ച് വളരെ നമ്മളിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നും ഇവരെ. കാരണം ശരിയാണ്, അവർ എന്താ പറയുന്ന ക്രിസ്തീയ മതത്തിന് ലീഗൽ സ്റ്റാറ്റസ് പോലും ഇല്ല, നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുകയും അങ്ങനെ ജീവിച്ച മനുഷ്യരാണ് അല്ലേ. അപ്പം ഈ കാറ്റക്കോംസിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇവരെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു തരാമേ. അതിലൊരു ഡയക്ലീഷ്യൻ എന്ന് പറഞ്ഞ ചക്രവർത്തി അവസാനം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇന്നത്തെ പോലെ ബൈബിളുകളൊന്നും അവരുടെ കയ്യിലില്ല. അപ്പം ഈ ചുരുളുകളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങളാണ് അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ ഓരോന്നൊക്കെ അവർ കാണുകയുള്ളൂ ഇവരുടെ കയ്യിൽ. ഒരു സഭ വായിച്ചിട്ട് അടുത്ത സഭയ്ക്ക് പകർത്തി എഴുതി കൊടുക്കും, അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നത്. ഡയക്ലീഷ്യൻ ചെയ്ത ഒരു മെയിൻ കാര്യം പല സ്ഥലങ്ങളിലുണ്ടായിരുന്ന ചുരുളുകൾ തപ്പിയെടുത്ത് കത്തിച്ച് കളയുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാകാത്തവരെ അപ്പം തന്നെ ഇല്ലാതാക്കുക ഭീകരമായ രീതിയിൽ. സോ ഇതിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നിട്ടും ഇരുട്ടിൻ്റെ മറവിൽ കല്ലറയിൽ ദൈവത്തെ ആരാധിക്കണം, എൻ്റെ കൂടെയുള്ള വിശ്വാസി എനിക്ക് കണ്ട് ഒരുമിച്ച് ഒരപ്പത്തിൻ്റെ അംശികളായി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മേശ അനുഭവിക്കണമെന്ന ചിന്തയോടെ പോയ കുടുംബങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയും ഇവരെക്കുറിച്ച് ചില കാര്യങ്ങളും കൂടെ മനസ്സിലായി, എങ്ങനെ ഇവരിത്ര സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് സാധിച്ചതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഈ കാറ്റക്കോം ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. ഈ കാറ്റക്കോംസിലെല്ലാം ഒരു കാര്യമുണ്ട്, ഫ്രെസ്കോസ് എന്ന് പറയും ആ പെയിൻറ്റിങ് മോളെ. ഇതുപോലെ കാറ്റക്കോം റോമിൽ ചെന്നാൽ തീർച്ചയായിട്ടും എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഭാഗങ്ങളാണിത്. ഫ്രെസ്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രെസ്കോസ് എന്ന് പറയുന്നത് ഒരു റോമൻ കലാരൂപമാണ്, ഒരു പെയിൻറ്റിംഗ് ആണ്. ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോമിൽ ആർട്ടിൻ ചെയ്യുന്ന ഒരു കാര്യം, അത് വെറ്റ് പ്ലാസ്റ്ററിൻ്റെ അകത്ത് കളേർഡ് പിഗ്മെൻറ്റ്സ് ചേർത്ത് കഴിഞ്ഞിട്ട് അവർ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കളർ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് ഉണ്ടാക്കുന്ന പെയിൻറ്റിങ്സ് ആണ് ഫ്രെസ്കോസ് എന്ന് പറയുന്നത്. ഈ കാറ്റക്കോംസിൽ നിറയെ ഫ്രെസ്കോസ് കാണാം. ഈ ക്രിസ്തു വിശ്വാസികളോട് കൂടിയിരുന്നവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രെസ്കോസ്. ഈ ഫ്രെസ്കോസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, അതായത് ഒന്ന് ഉറക്കെ അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കാനായിട്ട് പേടിച്ച് ഭൂമിയുടെ ഉള്ളിൽ അതിൻ്റെ ഉള്ളറകളിലെ ടണൽസിലോട്ട് ശവക്കല്ലറകളുടെ അകത്തേക്ക് ഇറങ്ങിയ ഈ മനുഷ്യർ ഇന്നും ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് ഈ ഫ്രെസ്കോസ് എന്ന്, ആ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത്. ഈ ഫ്രെസ്കോസിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുക എന്നറിയാമോ? വേദപുസ്തകത്തിലെ പല പ്രധാന ഭാഗങ്ങളും ഇവർ പെയിൻറ്റിങ്സ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരെണ്ണം ഗുഡ് ഷെപ്പേർഡ്, ഒരു യൗവനക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു ആടിനെ ഇങ്ങനെ തോളിൽ വെച്ച്, നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായല്ലോ ഫ്രെസ്കോസ്. ഇതൊരു യേശു നല്ല ഇടയനെന്ന് ഇത് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്ന അല്ലാന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് അതിനൊരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ട് എന്നുള്ളത് വാസ്തവമായിരിക്കുമ്പോൾ തന്നെ ഇവർ മെയിനായിട്ട് ചെയ്തിരുന്നത് ഇവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിക്കുകയായിരുന്നു. മാത്രമല്ല, ഇതിവിടെ വരുന്ന ക്രിസ്തുവിശ്വാസികളെ പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചിങ് എയ്ഡും കൂടെയായിരുന്നു. ഓക്കെ, ഞാൻ ചിലത് പറഞ്ഞുതരാം. ഗുഡ് ഷെപ്പേർഡിൻ്റെ ഇതുപോലെ ഉണ്ടായിരുന്നു, യോന മത്സ്യത്തിൻ്റെ അകത്ത് കിടക്കുന്നത്, നോഹ പെട്ടകം പണിയുന്നില്ല, നോഹ പെട്ടകം പണിയുന്നത്, അതുപോലെ ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന. സോ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം പെയിൻറ്റിങ്സ് ആയിട്ട് അവിടെ കാണാൻ സാധിക്കും. കന്യാമറിയൻ്റെ മടിയിൽ യേശു കുഞ്ഞിരിക്കുന്നത്, അപ്പം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയാൻ വിഷ്വൽസ് ഇവരിത് യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അവിടെ നമ്മൾ മനസ്സിലാക്കുക ഡിസൈപ്ലിങ്ങും എല്ലാം നടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അവരാ കഥകളെല്ലാം ഇതിൽ വെക്കും. അതുപോലെ ശമരിയാക്കാരി സ്ത്രീയുമായിട്ട് കിണറ്റിനരികിൽ വെച്ച് യേശു സംസാരിക്കുന്നത്, അതൊക്കെ ഇന്നും കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ
ഇവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്ന വേറെ ചില സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഫ്രെസ്കോസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. കാറ്റക്കോംസിലുള്ള പെയിൻറ്റിങ്സ് ആണ്. അന്ന് 2ഉം 3ഉം നൂറ്റാണ്ടിൽ ഈ കല്ലറകളുടെ അകത്ത് ഇരുട്ടിൽ ഇറങ്ങിയ ഈ വിശ്വാസികൾ അവരുടെ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടാക്കി വെച്ച പെയിൻറ്റിങ്സ് ആണ്. വേറൊരെണ്ണം വളരെ കോമൺ ആയിട്ട് ഈ ഫ്രെസ്കോസിലുടനീളം കാണുന്ന ഒരെണ്ണമാണ് ആങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പലിൻ്റെ നങ്കൂരം. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവരുടെ ഒരു ഫെയ്ത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. എബ്രായർ 6:19 ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ നങ്കൂരം. ഓക്കെ, അതായത് ഈ നങ്കൂരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഭയങ്കര അയണിൻ്റെ ഒരു സാധനമായിരിക്കും. അതിന് ചെയിനോ നല്ല കട്ടിയുള്ള റോപ്പ് കൊണ്ടോ അതിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. എന്നിട്ട് നാവിഗേഷനൊക്കെ ആദ്യം ഉണ്ടാക്കിയൊരു മെഷീനാണെന്ന് നമുക്കറിയാം സംഭവം. ഇത് വലിച്ചങ്ങോട്ട് എറിഞ്ഞ് കൊളുത്തിക്കഴിഞ്ഞാൽ ഷിപ്പ് പിന്നെ ഈ ആങ്കർ വൺസ് ഇട്ട് കഴിഞ്ഞാൽ എത്ര കാറ്റടിച്ചാലും അവിടെ കിടന്നോളും അല്ലേ, നങ്കൂരായിട്ട്. ഇതെന്താ അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറയാം, പ്രത്യാശ നമുക്ക് നങ്കൂരം. ഈ ഷിപ്പ് കൊടുങ്കാറ്റിൽ ഉലയുന്ന പോലെ ഈ പേഴ്സിക്യൂഷൻ്റെ മധ്യത്തിലും നമ്മുടെ പ്രത്യാശയാണ് നമ്മുടെ നങ്കൂരം. അവർ ആരാധിക്കുമ്പം നമ്മൾ മനസ്സിലാക്കണം, അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോൾ എല്ലാം കാണുന്നത് എന്താണ്? കല്ലറയാണ്. പക്ഷെ അവർക്ക് കല്ലറകൾ എന്ന് പറയുന്നത് അവർക്ക് പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർക്കത് പ്രത്യാശയായിരുന്നു. ആ പ്രത്യാശ ഓരോ കല്ലറയുടെയൊക്കെ മുകളിൽ ഇവർ ഉടനെ കൊണ്ട് ഈ സിമ്പൽ അങ്ങ് വരച്ചിടുകയാണ്. ഈ പ്രത്യാശ, അതായത് ഇവിടെ ഈ ദേഹം ഇവർ നശിപ്പിച്ചാലും ഇത് നശിക്കുന്നില്ല, ഇവിടെ ഇത് ഉറങ്ങുകയാണ്, ഇത് ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണെന്നുള്ള അവരുടെ പ്രത്യാശ. അവർക്കത് നങ്കൂരമായിരുന്നു. മറ്റൊരെണ്ണമാണ് നമ്മളിതുപോലെ കാണുന്ന ഒരു സിമ്പലാണ്, നിങ്ങൾക്ക് കാണാം ഇക്തസ്, ഒരു ഫിഷ് സിമ്പൽ. ചിലർ കേട്ടിട്ടുണ്ടാകും. ഇക്തസ് എന്ന് പറയുന്നത് മീന്. ഓക്കെ, ക്രിസ്തു വിശ്വാസികൾ യേശു ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ആദ്യകാലങ്ങളിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന ഒരു സിമ്പലാണ് ഈ ഫിഷ് സിമ്പൽ. ഇക്തസ് എന്നാണ് പറയുന്നത്. ഇക്തസ് എന്ന് പറയാൻ കാരണം ഇക്തസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം മീൻ എന്നാണ്, ഇക്തസ്. ഓക്കെ, എന്നാൽ അതൊരു അക്രോണിം പോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടല്ലോ. അതായത് ഈസോസ്, നിങ്ങൾക്ക് അവിടെ എഴുതിയത് കാണാൻ സാധിക്കും. ഈസോസ്, ക്രിസ്തോസ്, തിയോസ്, ഹുയോസ്, സോറ്റോ, രണ്ടാമത് എഴുതിയേക്കുന്നത്. അതിൻ്റെ എല്ലാം ആദ്യത്തേത് വാക്ക്. അതായത് ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്നറിയാമോ? ഈസോസ് എന്ന് പറഞ്ഞാൽ ജീസസ്, ക്രിസ്തോസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ്, തിയോസ് എന്ന് പറഞ്ഞാൽ ഗോഡ്, ഹുയോസ് എന്ന് പറഞ്ഞാൽ സൺ, സോറ്റോർ എന്ന് പറഞ്ഞാൽ സേവിയർ. ഓക്കെ, ഇതിൻ്റെ എല്ലാം ആദ്യത്തെ ആൽഫബറ്റ് എടുത്തിട്ട് ചേർത്താൽ ഇക്തോസ് എന്നാണ് വരുന്നത്. അതായത് മീനെന്ന് ഉള്ള ഗ്രീക്ക് പദം അതൊരു അക്രോണിമായിട്ട് എടുത്താൽ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നുള്ളതാണ്, രക്ഷിതാവ് എന്നുള്ളതാണ് അവരുടെ. അപ്പം അത് മനസ്സിലാക്കാൻ ഇവർ സിമ്പിൾ യൂസ് ചെയ്തു. എന്തിനാ? നേരെ യേശു എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, അവർ വളരെ വൈസായിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, ദിസ് 2000-year-old ക്രിസ്ത്യൻ ഫിഷ് സിമ്പിൾ സേവ്ഡ് ലൈഫ്സ് ഇൻ സീക്രട്ട്. പലരുടെയും ജീവൻ രക്ഷിച്ചതാണ് ഈ സിമ്പൽ. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ ഫിഷ് സിമ്പലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മുകളിൽ ഇങ്ങനൊരു ആർക്കുണ്ട്, ഇങ്ങനൊരു ആർക്കുണ്ട്. അന്നത്തെ കാലത്ത് ഈ പേഴ്സിക്യൂഷൻ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പം ഇവർ യൂസ് ചെയ്ത ഒരു സീക്രട്ട് കോഡാണ്. ഉദാഹരണത്തിന് ഒരു പബ്ലിക് സ്പേസിൽ നിൽക്കുമ്പം ഒരു ക്രിസ്തുവിശ്വാസി എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ ഫസ്റ്റ് ആർക്ക് വരച്ചിടും. അപ്പം മറ്റൊരു ക്രിസ്തുവിശ്വാസിക്ക് മാത്രമേ ഇത് അറിയുള്ളൂ, ഈ സീക്രട്ട് കോഡ്. മറ്റേ ആൾ വന്ന് ഇപ്പുറത്തൂടെ വരച്ചാൽ ഇവർ തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യും, ഞങ്ങൾ ക്രിസ്തുവിശ്വാസികളാണെന്ന്. സോ ഇതിനു വേണ്ടി യൂസ് ചെയ്തതാണ് ഈ സിമ്പൽ എന്ന് പറയുന്നത്. ഈസോസ്, ക്രിസ്തോസ്, തിയോസ്, ഹുയോസ്, സോറ്റർ. അവരുടെ വിശ്വാസ പ്രഖ്യാപനം അതിൻ്റെ അകത്തുണ്ട്. യേശു ക്രിസ്തു ദൈവപുത്രനായ രക്ഷിതാവ്. ഹല്ലേലൂയ. എന്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫെയ്ത്ത്, എന്തൊരു ആങ്കർ അവരിട്ടിരുന്നത്, നങ്കൂരമായിരുന്നു ആ പ്രത്യാശ അല്ലേ. വേറൊരു സിമ്പിളുണ്ട്, ഡൗ. ഇതിവിടെ ധാരാളം കാണുന്നൊരു പെയിൻറ്റിങ്, പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന, സമാധാനത്തെ സൂചിപ്പിക്കുന്ന. ഇനിയും ഇവരുടെ എല്ലാം പ്രാർത്ഥനകളിൽ അത് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് മാത്രമല്ല,
പുറത്തു നിന്നുള്ള ഹിസ്റ്റോറിയൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്കിൻ്റെ കാര്യത്തിലൊക്കെ. കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും തങ്ങളുടെ ഗുരുവായ കർത്താവായ യേശു ക്രിസ്തു എന്ത് പഠിപ്പിച്ചോ അത് തന്നെ തങ്ങളെ പേഴ്സിക്യൂട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവവും ഈ ക്രിസ്തു വിശ്വാസികൾക്കുണ്ടായിരുന്നു. മറ്റൊരു ഇവർ യൂസ് ചെയ്ത ഒരു സിമ്പിൾ, ഈ കാറ്റക്കൂംസിലുള്ള ഫ്രെസ്കോസ്, ആ പെയിൻറ്റിങ്ങിൽ ഒരു പ്രധാന സിമ്പിളാണ് കെയ്റോ. ഓക്കെ, നിങ്ങൾക്ക് ആ മുകളിലൊരു സിമ്പിൾ കണ്ടോ, ഒരു എക്സ് പോലെയും ഇങ്ങനെ ഇരിക്കുന്നത്, ആ സിമ്പിളിന് പറയുന്ന പേര് കീറോ എന്നാ. അതായത് ക്രിസ്തോസ് എന്നാണ് ക്രിസ്തു എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം. അതിൻ്റെ ആദ്യത്തെ 2 ആൽഫബറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് വരുന്ന റോയും, ക്രിസ്തോസ് എന്നുള്ള പദത്തിൻ്റെ ആദ്യത്തെ 2 പദങ്ങൾ എടുത്തിട്ട് ചെയ്യുന്നതാണ് കിറോ എന്ന് പറയുന്ന. അതാണ് ആ സൈൻ ഇട്ടേക്കുന്നത്. ഇതും യേശു ക്രിസ്തുവിനെ ഈ സിമ്പിൾസ് യൂസ് ചെയ്ത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് സീക്രട്ട് സിമ്പിൾസ് ആയിട്ട് ഇവർ യൂസ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അതുപോലെ ഇത് ഈ നേരത്തെ പറഞ്ഞ കാറ്റക്കൂമ്പുകളുടെ ആ കല്ലറകളുടെ ഒക്കെ മുകളിൽ കാണുന്ന ഫ്രെസ്കോസ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, വരച്ച് അവരിട്ടേക്കുന്നത് 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും. അടുത്തൊരു പിക്ചർ ആൽഫ ഒമേഗ ചേർത്തിട്ടുള്ള ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഞാനിപ്പോൾ പറഞ്ഞു തന്നായിരുന്നു, കിറോ എന്ന് പറയുന്നത് ക്രിസ്തോസിൻ്റെ ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആൽഫ ഒമേഗ, ഗ്രീക്ക് ആൽഫബറ്റ്സിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റും ലാസ്റ്റ് ആൽഫബറ്റുമാണ് ആൽഫയും ഒമേഗയും. ആൽഫ ഒമേഗ, ഓക്കെ, അതായത് എയും ഇസഡ് എന്നും പറയുന്ന പോലെ ഇംഗ്ലീഷിൽ. ഓക്കെ, ആൽഫയും ഒമേഗയും. നടുക്ക് നിങ്ങൾക്ക് കിറോ കാണാൻ സാധിക്കും. ഈ ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 22:13 കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്, ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. അതാണ് ആ വരച്ചിട്ടിരിക്കുന്നത്. ഇവർ ടീച്ചിങ്ങിന് യൂസ് ചെയ്തത്. ആ കല്ലറകളുടെ അകത്തോട്ട് ഇറങ്ങിയിട്ട് ഇതൊക്കെ ചെയ്തിടാൻ ഇവരെ ഉറപ്പിച്ച ആ പ്രത്യാശയുടെ നങ്കൂരത്തെ നമുക്കൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കാറ്റക്കൂം ക്രിസ്ത്യൻസിനെ കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നു, താല്പര്യമുള്ളവർ കൂടുതൽ അത് മനസ്സിലാക്കുക. ഇറ്റ്സ് സോ ചലഞ്ചിങ്. കാരണം ഒട്ടും ഒരു സുഖമുള്ള കാലത്തല്ല അവർ ജീവിച്ചതല്ലേ. എന്താ ഇവരുടെ യുണീക്നെസ്സുകൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതായത് പിടിക്കപ്പെട്ടാൽ കൊല്ലപ്പെടും. ഇവരുടെ കൂടെയുള്ള അനേകർ എല്ലാ ദിവസേന എന്ന പോലെ കൊല്ലപ്പെട്ട് കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളാണ്, പെർസിക്യൂഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഇവർ. ഓക്കെ, അവർ നമ്മളെ പഠിപ്പിക്കുന്ന ചില യുണീക്ക് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അവർ വിടുതലിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ ശദ്രക് മേശക് അബേദ്നെഗോഗിൻ്റെ ആ ലൈൻ അവിടെ കാണാൻ സാധിക്കും. വിടുവിച്ചാലും ഇല്ലെങ്കിലും, അതായത് ദേ പ്രേഡ് ഫോർ സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. ദൈവമേ ഈ പെർസിക്യൂഷനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണേ എന്ന് അത് പ്രാർത്ഥിച്ച് കാണുമായിരിക്കും. പക്ഷേ അവർ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, ഇതിൽ കൂടെ കടന്നു പോകാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് തരണമെന്ന്. പൗലോസ് അപ്പോസ്തലന്റെ സ്റ്റേറ്റ്മെൻറ്റ് അവരെയൊക്കെ എൻകറേജ് ചെയ്തിട്ടുണ്ടാവും. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. ദേ ഡിഡ് നോട്ട് സീക്ക് പോപ്പുലാരിറ്റി ബട്ട് പ്യൂരിറ്റി. അവർക്ക് ചില ഈ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയേനെ. പക്ഷേ ക്രിസ്തു വിശ്വാസത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കണം എന്ന് അവരുടെ ഒരു തീരുമാനമായിരുന്നു. മൂന്നാമത്, they worshipped in caves but the presence of God filled the caves. ഒട്ടും എന്താ പറയുന്നത്, നമുക്ക് ആരാധിക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ പല പിക്ചേഴ്സ് നമ്മുടെ മനസ്സിൽ വരാം അല്ലേ. പക്ഷേ ഒരു കല്ലറകൾ, അത് ഭൂമിയുടെ അകത്തോട്ട് പോകുന്ന ടണൽസ് പോലത്തെയുള്ള അപ്പുറത്തുപുറത്തുപുറത്ത് ഇങ്ങനെ നിറയെ ഇരിക്കുന്ന കല്ലറകളുള്ള ഈ സ്ഥലം, അവിടെ അവർ ആരാധിച്ചു. അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി. അവിടെ അവർ സങ്കീർത്തനങ്ങൾ പാടി അവർ അന്യോന്യം പ്രബോധിപ്പിച്ചു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടത് അവർക്കൊരു റിയാലിറ്റി ആയിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്നത് പോലെ ജസ്റ്റ് ഒരു കഥ പോലെ അല്ല. നഷ്ടപ്പെട്ടവരവിടെ ഇരിക്കുകയാണ്. ഒരു പക്ഷെ ഭർത്താവ് നഷ്ടപ്പെട്ടവർ, സഹോദരൻ നഷ്ടപ്പെട്ട, അപ്പൻ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ടവർ ഒക്കെ ഇരിപ്പുണ്ട് അവിടെ. അവരന്യോന്യം ആശ്വസിപ്പിച്ച് ഈ കല്ലറകളിൽ വെച്ചിട്ട് ആ കല്ലറകളുടെ അടുക്കൽ വെച്ച് അവർ കർത്താവിൻ്റെ മേശയും ആചരിച്ചു. അവർക്കുറപ്പായിരുന്നു ഈ
രക്തം കുടിച്ച് ഈ അപ്പവും രക്തവും ഭക്ഷിക്കുന്ന ഒരു നാളും മരിക്കില്ല, കർത്താവിൻ്റെ പ്രോമിസ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ജീവിക്കുമെന്നുള്ള ആ ഒരു ഇതല്ലേ. ഈ ക്രിസ്തു വിശ്വാസികൾ, കാറ്റക്കോം ക്രിസ്ത്യൻസ് നമ്മളെ ചില കാര്യങ്ങൾ ചലഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനുൾപ്പെടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഇരിക്കുമ്പം ഇവർ നമ്മളെ ചില കാര്യങ്ങൾ ചലഞ്ച് ചെയ്യുക. ഒന്ന്, they worshipped in dark. എന്തൊക്കെ എക്സ്ക്യൂസ് നമുക്ക് പറയാം അല്ലേ ആരാധിക്കാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് പോകാതിരിക്കാൻ. പക്ഷെ they worshipped in the dark, ഇരുളിൽ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും, ഇരിക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ പോയിട്ടുമില്ല, എനിക്കറിയില്ല. ചിലപ്പോൾ തണുപ്പായിരിക്കാം അല്ലേ, മണ്ണിൻ്റെ മണമായിരിക്കുമോ, എനിക്കറിയില്ല. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കാം, അത്രയും ശവക്കല്ലറകളുള്ള സ്ഥലത്ത്, ഈ മണ്ണ് ഇങ്ങനെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് എന്ത് മണമായിരിക്കും എനിക്കറിയത്തില്ല. എന്താ കത്തുന്ന വിളക്കുകളുടെ മണമായിരിക്കുമോ. ദേ വർഷിപ്പ് ദേ, അവർ പ്രാർത്ഥിച്ചു, ഒന്നും അവർക്ക് തടസ്സമായിരുന്നില്ല. എങ്ങനെയെങ്കിലും ദൈവത്തെ ആരാധിക്കണമായിരുന്നു. നമുക്കിന്ന് നല്ല ബിൽഡിങ്സ് ഉണ്ട്, നല്ല ബിൽഡിങ്സ് നല്ല കാര്യം, ഇത് ഹിസ്റ്ററിയിൽ ഒരു മോമെൻറ്റിൽ സംഭവിച്ച കാര്യം അല്ലേ. ദൈവം നമുക്ക് സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇവർ നമ്മളെ ചലഞ്ച് ചെയ്യാം, എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ ആരാധിച്ചുകൂടാ, കൂടുതൽ ടൈം അല്ലേ. അവരത് എത്ര ഇതായിട്ട് സീരിയസ് ആയിട്ട് കണ്ടല്ലേ. രണ്ടാമത്, they risk the lives to gather for worship. ആരാധിക്കാൻ ഒരു തീരുമാനം എടുക്കുമ്പം അവർ മറ്റൊരു തീരുമാനം കൂടെ എടുക്കുകയാണ്, ചിലപ്പം ഉണ്ടാവില്ല. ഈ ഒരു തീരുമാനം കൂടെ എടുത്തിട്ടാണ് അവർ ആരാധിക്കുന്നത്. പക്ഷേ നമ്മൾ ചെറിയ ഇൻകൺവീനിയൻസ് മതി നമുക്കൊന്ന് ആരാധന മാറ്റിവെക്കാൻ, പ്രാർത്ഥനയ്ക്ക് സമയം മാറ്റാൻ. പക്ഷെ അവരതത്ര, ഇത് നമ്മളെ ചലഞ്ച് ചെയ്യുന്നു അല്ലേ ആ ഒരു ഇത്. മൂന്നാമത്, they painted hope on tombs. ശവക്കല്ലറകളിലാണ് ഇവരെന്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചത്, ഫ്രെസ്കോസ് പെയിൻറ്റ് ചെയ്തത് എവിടെയാ, ശവക്കല്ലറകളുടെ മുകളിൽ. എല്ലാവരും ഭയക്കുന്ന കാര്യമാണ് മരണം. പക്ഷേ ആ കല്ലറയുടെ മുകളിൽ അവർ ഹോപ്പ് വരച്ചു വെച്ചു. നമ്മൾ എന്താ ചെയ്യാറ്, ചെറിയൊരു പ്രശ്നം വന്നാൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട, ദൈവത്തോട് പ്രശ്നമായി, മറ്റുള്ളവരോട് പ്രശ്നമായി, നമ്മൾക്ക് നിരാശയായി, ആർക്കും ഇല്ലാത്ത കൂടെ ഞാൻ കടന്നുപോയെന്നുള്ള കംപ്ലയിൻസ് ആയി. ചിലപ്പോൾ ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നാണം തോന്നി. എന്താ പറയുന്നത്, ഇവരുടെ കമ്മിറ്റ്മെൻറ്റ് എന്നെ ചലഞ്ച് ചെയ്തു. നിങ്ങളെയും ചലഞ്ച് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പെയിൻറ്റഡ് ഹോപ്പ് ഓൺ ടൂംസ്, ആ പോയിൻ്റ് ഓർത്തിക്കുക. പെയിൻറ്റഡ് ഹോപ്പ് ഓൺ ടൂംസ്, ശവക്കല്ലറകളിൽ പ്രത്യാശ അങ്ങോട്ടെ വരച്ചു വെച്ചവർ. ഓക്കെ, നൗ സോ പെർസിക്യൂഷൻ ആസ് റിഫൈനിങ് ഫയർ. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു തീയായിട്ട് അവരത് കണ്ടുള്ളൂ. അവർക്കതിൽ കർത്താവിനോട് കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു. അപ്പോഴും അവർ പാടുകയും സ്തുതിക്കുകയും കർത്തൃമേശ ആചരിക്കുകയും ചെയ്തു അല്ലേ. നമ്മളെങ്ങനെയാ പ്രശ്നങ്ങളെ ജീവിതത്തിലെ കാണുന്നത്? എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളുടെ ഏറ്റവും വലിയ പ്രെയർ റിക്വസ്റ്റ്, എൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം മാറിപ്പോണേന്നാ. ഇവർ പ്രാർത്ഥിച്ചു, ദൈവമേ കൂടുതൽ എന്നെ ശുദ്ധീകരിക്കണമേ, കൂടുതൽ സ്നേഹിക്കാൻ, കൂടുതൽ ക്ഷമിക്കാൻ, ഞങ്ങളെ ഉപദ്രവിക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇവരുടെ പ്രാർത്ഥനകൾ ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇങ്ങനെ മാർട്ടേഴ്സ് ആകാൻ കൊണ്ടുപോയവരുടെ പലരുടെ പ്രാർത്ഥനകൾ കേട്ടിട്ട് റോമൻ പടയാളികൾ വിശ്വാസത്തിൽ വന്നു. അവർ ലിവിങ് ടെസ്റ്റിമണീസ് ആയിരുന്നു, ലിവിങ് ടെസ്റ്റിമണീസ്. അവർക്ക് കാണിക്കാനൊരു ബിൽഡിംഗ് ഇല്ല, കൊണ്ടുപിടിക്കാനൊരു ബൈബിളില്ല, കാരണം അത് കത്തിച്ചു കളയും, എന്തെങ്കിലും സ്ക്രിപ്ചറിൻ്റെ ഒരു പോർഷൻ കാണാൻ. പക്ഷെ ദൈവ ലിവിങ് ഗോസ്പൽസ്, അവർ ജീവിക്കുമായിരുന്നു. ഓരോ സുവിശേഷമായിട്ട്, ഓരോ പ്രസംഗമായിട്ട് അവർ വരയ്ക്കുകയായിരുന്നു. ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്തടത്ത് അവരുടെ പെയിൻറ്റിങ്സ് സ്ക്രീൻ ചെയ്യുമായിരുന്നു. അടുത്തത്, ഇവർ നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളും കൂടെ ഓർപ്പിച്ച് നിർത്തട്ടെ. നമ്മൾ പറയും എൻ്റെ സാഹചര്യം ശരിയല്ല എന്ന്, പക്ഷെ ഇവർ നമ്മളെ ഓർപ്പിക്കുകയാണ്. കാറ്റക്കോം ക്രിസ്ത്യൻസ്, കല്ലറകളിൽ ആരാധിച്ച 2-ാം നൂറ്റാണ്ടിലെ 3-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ പറയാം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒത്തിരി പേര് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞങ്ങൾ കല്ലറകളിൽ ഇറങ്ങിയാണേലും ആരാധിക്കും. ഫെയ്ത്ത് ഗ്രോസ് ഇൻ ഡാർക്ക്നെസ്.
വിശ്വാസം നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ഏത് ഡാർക്ക് ആയിട്ടുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചാലും, ഏത് സാഹചര്യമാണ് ജീവിതത്തിലെങ്കിലും അവിടെയും ഫെയ്ത്ത് ഗ്രോ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രത്യാശ നമ്മൾ എവിടെയാണ് വെച്ചേക്കുന്നതെന്ന് തിരിച്ചറിയുക. 2, പ്രെയർ ക്യാൻ റൈസ് ഈവൻ ഫ്രം അണ്ടർഗ്രൗണ്ട്. ഭൂമിയുടെ അടിയിൽ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ പോയിരുന്നാലും, കല്ലറകളുടെ അടുത്തിരുന്നാലും അവിടെ നിന്നും പ്രാർത്ഥനകൾക്ക് ഉയരാൻ സാധിക്കും. നമ്മൾ എന്ത് എക്സ്ക്യൂസാണ് ഇനി ഇവരോട് പറയാനുള്ളത്? എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാനായിട്ട് നോക്ക്. ഈ സാക്ഷികളെയൊക്കെ, നമ്മുടെ മുമ്പിലുള്ള ക്രിസ്തുവിനെ നോക്ക്. അവർ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ്. അവർ ഓർപ്പിച്ച കാര്യം. കാരണം എന്താണെന്നറിയാമോ? ഇവർക്ക് മെമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒത്തിരി സാംസ് ഉണ്ട്. പക്ഷേ കാറ്റക്കോംബ് ക്രിസ്ത്യൻസിന്, ഈ കാറ്റക്കോംബുകളിൽ ആരാധിച്ച ഈ ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനം ഉണ്ടായിരുന്നു. അവർ വഴിയിൽ പോകുമ്പോഴും എല്ലാം പറയുകയും അവിടെ നിന്ന് ചെയ്യുകയും ചെയ്യുന്ന സങ്കീർത്തനം 121 ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും എന്നേക്കും പരിപാലിക്കും. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, പക്ഷെ അവരിൽ ചിലർ കൊല്ലപ്പെട്ടില്ലേ? അവര് അതിനെ വേറൊരു രീതിയിലാണ് കണ്ടത്. ഒരു കല്ലറയുടെ മുകളിൽ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടേക്കുന്ന. അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ അതാരാന്ന് അറിയില്ല, പക്ഷെ ഒരു അലക്സാണ്ടർ കൊല്ലപ്പെട്ടു, കർത്താവിൻ്റെ രക്തസാക്ഷിയായിട്ട് തീർന്നു. അവരവിടെ എഴുതി വെച്ചു. അതിങ്ങനെയായിരുന്നു: ഇൻ ക്രൈസ്റ്റ് അലക്സാണ്ടർ ഈസ് നോട്ട് ഡെഡ് ബട്ട് ലീവ്സ്, ഹി സ്ലീപ്സ് ഇൻ പീസ് അവൈറ്റിംഗ് റിസറക്ഷൻ. എന്തൊരു പ്രത്യാശയാ! ഇൻ ക്രൈസ്റ്റ് അലക്സാണ്ടർ ഈസ് നോട്ട് ഡെഡ്. യേശു ക്രിസ്തുവിൽ അലക്സാണ്ടർ മരിച്ചിട്ടില്ല. ഒരു കല്ലറയുടെ മുകളിൽ എഴുതി വെക്കുകയാണ്. ഹി ലീവ്സ്, ജീവിക്കുന്നുണ്ട്. ഹി സ്ലീപ്സ് ഇൻ പീസ്, ഉറങ്ങുകയാണ് സ്വസ്ഥമായിട്ട്. അവൈറ്റിംഗ് റിസറക്ഷൻ, പുനരുത്ഥാനത്തെ കാത്തുകൊണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഒരു ദോഷവും നിനക്ക് ഭവിക്കുകയില്ല. നമ്മുടെ കർത്താവ് എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു എന്ന്. ആ രാജ്യത്ത് ഒരു പിടിയുമില്ലാത്തത്, ഏറ്റവും മൈനോറിറ്റി ആയിട്ട്, ഏറ്റവും അവഗണിക്കപ്പെട്ട 2 സെഞ്ചുറിയോളം വേട്ടയാടപ്പെട്ട ഈ ക്രിസ്ത്യാനികൾ അവർ പാടി സ്തുതിച്ചു ഈ കാറ്റക്കോംബ് ക്രിസ്ത്യൻസ്. അൺടിൽ ഈ റോമൻ ഗവൺമെൻറ് ഇത് നിയമപരമായിട്ട് ലീഗലാക്കുന്നത് വരെ. പക്ഷേ അതൊരു ലിവിങ് ടെസ്റ്റിമണിയാണ് ഈ കാറ്റക്കോംബ് ക്രിസ്ത്യൻസ്. അവർ ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പായിരുന്നോ? അല്ല. പക്ഷേ അവരുടെ ഫെയ്ത്ത് നമ്മൾ കണ്ടുപോലെ ഫ്രസ്കോസിൽ അത് തെളിഞ്ഞു കിടക്കുകയാണ്. അത് എല്ലാ സെഞ്ചുറീസിലുമുള്ള ക്രിസ്ത്യൻസിനെ നമ്മളെയും ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.